السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. നമ്മുടെ ലിസാനുൽ ഖുർആനിൽ മൂന്നാമത്തെ പാഠത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീലാദുമായി ബന്ധപ്പെട്ട് നബിദിനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മൾ പാഠത്തിൽ പറയുന്നത്. നമ്മളെ പാഠത്തിൽ കാണുന്ന ചിത്രങ്ങളുടെ പുസ്തകത്തിലുണ്ടല്ലോ, നല്ല പച്ച കുബ്ബയുടെ നമ്മുടെ മനസ്സിൽ തന്നെ തറക്കുന്ന, കാണുമ്പോൾ നമുക്ക് നോക്കി നിൽക്കാൻ വലിയ ഇമ്പമുള്ള ഹബീബായ തങ്ങളുടെ പച്ചക്കുബ്ബ. അതിൻ്റെ തൊട്ട് താഴെ ലോകത്തിൻ്റെ നേതാവ് അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അല്ലാഹു തആല അവിടുത്തെ പൊരുത്തൊക്കെ നമുക്ക് നൽകട്ടെ. ആ പച്ചക്കുബ്ബയിലേക്ക് പോയി സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് മനസ്സറിഞ്ഞ് പറയാനും അവിടത്തേക്ക് ധാരാളം സ്വലാത്തുകൾ അധികരിപ്പിച്ച് മഹബ്ബത്ത് വെക്കാനൊക്കെ വലിയ തൗഫീഖ് നമുക്ക് തരട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മുത്തുനബിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആദ്യം കുറഞ്ഞ പാരഗ്രാഫിൽ നമ്മൾ പറയും. പിന്നെ നമ്മൾ ചില വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മറ്റു പാഠത്തിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ പറയാൻ പോകുന്ന സാധനം ഒന്ന് മാസങ്ങളെക്കുറിച്ചുള്ള പരിചയപ്പെടുത്തുക. നമ്മൾ പാഠത്തിൻ്റെ ഹെഡിങ് മീലാദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം എന്നാണ് ഇപ്പോൾ നമ്മൾ പാഠത്തിൻ്റെ അർത്ഥം. നമ്മൾ പാഠത്തിൽ കളർ കൊടുത്ത ചില സ്ഥലങ്ങളാണ് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. റബീഉൽ അവ്വൽ അല്ലേ, റബീഉൽ അവ്വൽ എന്ന് കളർ കൊടുത്തത്, അതായത് മാസവുമായി ബന്ധപ്പെട്ട പ്രയോഗമാണ്. അത് നമ്മുടെ പാഠത്തിൽ വ്യത്യസ്തമായ മാസങ്ങളെ കുറിച്ച് പറയും. ഇവിടെ നമ്മൾ പറയുന്നത് റബീഉൽ അവ്വലിനെ കുറിച്ചാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച മാസമാണല്ലോ റബീഉൽ അവ്വൽ, എല്ലാ കുട്ടികൾക്കും അറിയല്ലോ. പിന്നെ നമ്മൾ കളർ കൊടുത്ത മറ്റൊന്ന് സാലിസ്, സാനി അശറ, പിന്നെ നമ്മൾ അവ്വല്. അപ്പോൾ ഇതിലൂടെ ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തേണ്ടത്. ഒന്നാമതായിട്ട് നമ്മൾ മാസങ്ങളെക്കുറിച്ച് ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ എല്ലാ കുട്ടികൾക്കും കാണാതെ അറിയില്ലേ. ജനുവരി മുതൽ ഡിസംബർ വരെ എല്ലാവർക്കും കാണാതെ അറിയും, അല്ലെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പഠിക്കും. നേരെ മറിച്ച് അറബിയിലും ഇതേ രൂപത്തിൽ മാസങ്ങളുണ്ട്. അറബിയിൽ നമ്മൾ മുഹറം തുടങ്ങി നമ്മൾ ദുൽഹിജ്ജയിൽ അവസാനിക്കുക ചെയ്യുക അല്ലേ. മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജമാദുൽ ഊല, ജമാദുൽ ആഖിറ, റജബ്, ഷഅബാൻ, റമളാൻ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ. ഇങ്ങനെ അറബിയിലും മാസങ്ങളുണ്ട്, അങ്ങനെ മലയാളത്തിലുണ്ട്. അപ്പം നമ്മൾ ഇംഗ്ലീഷിൽ പഠിക്കുന്നത് പോലെ തന്നെ അറബിയിലുള്ള മാസം കൂടി ഈ ക്ലാസ് കഴിയലോടുകൂടെ പഠിക്കണം. ആ മുത്തുനബിയുടെ മാസം വരുമ്പോൾ അത് റബീഉൽ അവ്വൽ മാസമാണ്. അത് കഴിഞ്ഞിട്ട് റബീഉൽ ആഖിർ ബഹുമാനപ്പെട്ട ജീലാനി തങ്ങളുടെ മാസം, ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു വലിയ ഔലിയാക്കളുടെ മഹാനാണ്. അങ്ങനെ ഓരോ മാസങ്ങൾ അറബിയിലുണ്ട്. റമളാൻ നമ്മൾ നോമ്പ് നോൽക്കാറുണ്ട് അല്ലേ, അപ്പോൾ റമളാൻ ഒരു മാസമാണ്. അപ്പോൾ അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഒന്നതാണ് ഇതിൽ ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. മറ്റൊന്ന് സാലിസ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തത് എന്നാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഒന്നാമത്തത്, നമ്മൾ 1, 2, 3 നമുക്കറിയാം അല്ലേ. 1 അല്ലേ സലാസ, അങ്ങനെ നമ്മൾ പറയും. 3 സലാസ എന്ന് പറയും, 2 ഇസ്നാനി എന്ന് പറയും അല്ലേ. വാഹിദി, ഇസ്നാനി, സലാസ, അർബ, അങ്ങനെ നമ്മൾ എണ്ണം പഠിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് ഒന്നാമത്തത്, രണ്ടാമത്തത്, മൂന്നാമത്തത് അങ്ങനെ നമ്മൾ പറയല്ലോ. അതിനെങ്ങനെ പറയാമെന്നുള്ളതാണ് നമ്മൾ ഈ വാക്ക് ഇവിടെ കൊടുത്തതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാലിസന മൂന്നാമത്തേതാണ്. ഇപ്പോൾ രണ്ടാമത്തേന് എന്താ പറയുക, ഒന്നാമത്തേന് എന്താ പറയുക, നാലാമത്തേന് എന്താ പറയുക, നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ. നമ്മൾ സാധാരണ പറയുന്നതാണ് മൂന്നാമത്തെ സാനി അശറ. അത് 12 എന്ന് പറയാം, 12ാമത്തെ എന്നുള്ള ആ ഒരു ഉദാഹരണവുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ നമ്മൾ പാഠത്തിലേക്ക് വരുമ്പോൾ തിരിയും. നമ്മൾ പാഠത്തിലേക്ക് പോവുക. ഖാലൽ ഉസ്താദ്, ബഹുമാനപ്പെട്ട ഉസ്താദ് പറയാണ്, യാ തുല്ലാബി, എൻ്റെ വിദ്യാർത്ഥികളെ. തുല്ലാബ്, തോലിബ് പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥിയാണ്. തോലിബ് പറഞ്ഞാൽ നമ്മളൊരു കുട്ടിക്കാണ് തോലിബ് എന്ന് പറയും. തുല്ലാബ് എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ കുറേ ആൾക്കാരുണ്ടാകുമ്പോൾ ജംഅ എന്ന് പറയും. കുറേ ആൾക്കാരുണ്ടാകുമ്പോൾ തുല്ലാബ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ എന്നായി അർത്ഥം. തോലിബ് പറഞ്ഞാൽ വിദ്യാർത്ഥി മാത്രമാണെങ്കിൽ തുല്ലാബ് വിദ്യാർത്ഥികൾ. അപ്പോൾ വിദ്യാർത്ഥികൾ എല്ലാവരെയും വിളിച്ചിട്ട് ഉസ്താദ് പറയാണ്, യാ തുല്ലാബി, എൻ്റെ വിദ്യാർത്ഥികളെ, ഹാദാ, ഇത് ഷഹ്റു റബീഉൽ അവ്വൽ. അപ്പോൾ ഷഹ്ർ എന്ന് പറഞ്ഞ മാസം കേട്ടോ. അപ്പോൾ ഹാദാ ഷഹ്റു റബീഉൽ അവ്വൽ, ഇത് റബീഉൽ അവ്വലാണ് ഈ മാസം. അതായത് ഉസ്താദ് ക്ലാസ് എടുക്കുന്ന സമയത്ത് പറയുന്ന സമയത്തെ റബീഉൽ അവ്വൽ മാസമായിട്ടുണ്ട്. അപ്പോൾ ആ വിഷയം കുട്ടികളോട് പറയാണ്. ഫീഹി, ആ മാസത്തിലാണ് വുലിദ നബിയുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്ക സ്വലാത്തല്ലാണ് കേട്ടോ. മുത്തുനബിയുടെ പേരൊപ്പം കേട്ടാലും സ്വലാത്ത് നന്നായി ചെല്ലണം, അപ്പോഴേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച മാസമാണ് ഈ മാസം. ഈ മാസം എത്രാമത്തെ മാസമാണ്? വഹാദ ഷഹ്റു, ഈ റബീഉൽ അവ്വലിന്റെ മാസം ഉണ്ടല്ലോ, ഷഹ്റുൻ സാലിസുൻ. ഇപ്പൊ ഷഹ്റുൻ സാലിസന മൂന്നാമത്തെ മാസം. ഷഹ്റുൻ സാലിസനാല് മൂന്നാമത്തെ മാസം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൂന്നാമത്തത് എന്ന് പറയാൻ വേണ്ടി അറബിൽ പ്രയോഗിക്കുന്ന പ്രയോഗമാണ് സാലിസ്. അപ്പോൾ മൂന്നാമത്തെ മാസമാണ്. പിന്നെ ഷുഹൂരിൽ ഹിജിരിയ, ഹിജറ കലണ്ടർ നമ്മൾ അതിനെക്കുറിച്ച് പറയും. നമ്മൾ സാധാരണ ഇംഗ്ലീഷ് മാസം ഉണ്ടല്ലോ ജനുവരി, അതിന് നമ്മൾ ഗ്രിഗോറിയൻ കലണ്ടർ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഇംഗ്ലീഷ് കലണ്ടർ എന്നൊക്കെ നമ്മൾ പറയും പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി. പക്ഷേ നമ്മളെ മുഹറം സഫർ നമ്മൾ അറബിയിൽ പറയുന്ന പേരാണ് ഹിജറ കലണ്ടർ കേട്ടോ, ഹിജറ കലണ്ടർ. അപ്പം ഹിജറ കലണ്ടർ അനുസരിച്ച് മൂന്നാമത്തെ മാസം, അപ്പോൾ ഫസ്റ്റത്തേത് ഏതാ? മുഹറാണ്, പിന്നെ സഫറാണ്, പിന്നെ റബീഉൽ അവ്വലാണ്. അപ്പോൾ മൂന്നാമത്തെ മാസമാണ് റബീഉൽ അവ്വൽ. അപ്പം നബിയിൽ ചോദിക്കാണ് ഉസ്താദിനോട് കേട്ടോ, നബീനൊരു സംശയം. യാ ഉസ്താദി, അപ്പോൾ ഉസ്താദേ, എൻ്റെ ഉസ്താദേ, ഫി ഐ യൗമിൻ, ഏത് ദിവസമാണ് ഉലിദ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ പ്രവാചകർ മുഹമ്മദ് സുബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ റബീഉൽ അവ്വലാണ് നമുക്ക് മനസ്സിലായി. റബീഉൽ അവ്വൽ ഒരു ദിവസം ഉണ്ടാവുമല്ലോ, ആ ദിവസം നമുക്ക് എല്ലാവർക്കും ബർത്ത്ഡേ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. ബർത്ത്ഡേ ആഘോഷമൊക്കെ ഇപ്പം ഇന്നത്തെ കാലത്ത് വ്യാപകമാണ് അല്ലേ, കേക്ക് മുറിച്ചും മറ്റൊക്കെ അല്ലേ. നമ്മൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കേണ്ട ആര് ബർത്ത്ഡേ തന്നെയാണ്? മുത്തുനബിൻ്റെ അല്ലേ. അതിൽ പലർക്കും സംശയമുണ്ടോ? ഇല്ല അല്ലേ. ചില ആൾക്കാരൊന്നും ആഘോഷിക്കാൻ പറ്റൂല, സ്നേഹമുള്ളവരെ ആഘോഷിക്കും. മുത്തുനബി അങ്ങേയറ്റം മഹബത്തുണ്ടോ, നമുക്കത് ആഘോഷിക്കാൻ കഴിയൂല. അപ്പം നമ്മൾ മൗലിദ് ചൊല്ലിയും ചീരിഞ്ഞു കൊടുത്തും റാലി വിളിച്ചും നമ്മളെല്ലാ നിലക്കും മുത്തുനബിൻ്റെ മഹബത്ത് നമ്മൾ ആഘോഷിക്കും. സ്വന്തം ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് മുത്തുനബിയുടെ ആഘോഷിച്ചൂടാ അല്ലേ. നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി ഇപ്പോൾ കേട്ടോ. അപ്പോൾ ഉസ്താദിന് മറുപടി കൊടുക്കുകയാണ്. ഫീ യൗമി സാനി അഷറ, അത് 12ാമത്തെ ദിവസമാണ്. അതായത് റബീഉൽ അവ്വലാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം 12ാമത്തെ, നേരത്തെ നമ്മൾ മൂന്നാം മാസമാണ്, ഇത് 12ാമത്തെ ദിവസമാണ്. അപ്പം ഇങ്ങനെ പ്രയോഗിച്ചാൽ നമുക്ക് ആ പ്രയോഗം കൂടി മനസ്സിലാവും കേട്ടോ. സാനി അഷറ 12ാമത്തെ. അപ്പം റബീഉൽ അവ്വൽ 12-നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ അത് മുത്തുനബിയെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞു. അപ്പം നബിയിൽ വീണ്ടും ചോദിക്കുകയാണ്. നബിയിൽ എന്താ ചോദിക്കണേ? യാ ഉസ്താദി, അപ്പൊ ഉസ്താദേ, മാഹു അവ്വൽ ഷഹീൻ മിന ശുഹൂരിൽ ഹിജ്രി. അപ്പൊ ഉസ്താദ് നേരത്തെ പറഞ്ഞെന്താ? റബീഉൽ അവ്വൽ എന്നുള്ളത് മൂന്നാമത്തെ മാസമാണെന്നല്ലേ പറഞ്ഞത് അല്ലേ. മാസത്തിൽ നിന്ന് മൂന്നാമത്തെ മാസമാണ്. ഒന്നാമത്തെ മാസം ഏതാണ് ഉസ്താദേ? ഞാൻ നേരത്തെ പറഞ്ഞൊന്നല്ലോ അല്ലേ. അപ്പൊ ഉസ്താദ് അതിനൊരു ട്രിക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മൾ ആദ്യത്തെ മാസം മാത്രം നിങ്ങൾ പഠിച്ചണ്ട, നിങ്ങൾക്ക് മൊത്തം നമ്മൾ മാസം പഠിപ്പിച്ചു തരാം. നിങ്ങളെല്ലാവരും ക്ലാസ്സിൽ ശ്രദ്ധിക്കണം എന്ന് ഉസ്താദ് കുട്ടികളോട് പറയാം. അപ്പം നിങ്ങളോട് നമുക്ക് പറയാനുള്ളതാണ് കേട്ടോ. പറയണത് നന്നായി ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ അതാണ് ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ഹയ്യാ നുലാഹിൽ, നമുക്ക് ശ്രദ്ധിക്കാം. അൽ ജദ്വലാത്തിയ, ജദ്വൽ പട്ടികയാണ്, ബോക്സ് കേട്ടോ. അപ്പൊ താഴെ നമ്മളൊരു പട്ടിക തരുന്നുണ്ട്. ആ പട്ടിക നന്നായി നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. എന്നിട്ട് അതിൽ നമ്മൾ എന്ത് പഠിക്കും? വനദുറുസു അസ്മാ അശ്ശുഹൂരി, മാസങ്ങളുടെ പേരുകൾ, ലിസനത്തിൽ ഹിജിരിയ, ഹിജറ കലണ്ടറിലുള്ള മാസങ്ങൾ നമുക്ക് ഓർഡറിൽ എല്ലാ മാസവും ഇന്നത്തോടു കൂടെ നമുക്ക് പഠിക്കണം എന്ന് ഉസ്താദ് കുട്ടികളോട് പറയണം. അപ്പം ഇൻഷാ അല്ലാഹ് നിങ്ങളും കൂടി അതോടുകൂടെ പഠിക്കും. ഏതൊക്കെയാണ് ആ പട്ടിക നോക്കി ഉണ്ടോ? അഷുഹൂരി ഹിജിരിയ, ഹിജിറ മാസങ്ങൾ എന്നാണ് നമ്മുടെ പാഠത്തെ ഹെഡിങ്, പട്ടികൻ്റെ ഹെഡിങ് കേട്ടോ. ഒന്നാമത്തെ അൽ അവ്വലു, ഒന്നാമത്തത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒന്നാമത്. നമ്മൾ വാഹിദാണ് ഒന്ന് എന്നാ പറയും, അഹദ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് എന്നാ പറയും. ഇത് ഒന്നാമത്തത് മുഹറം, മുഹറാണ്. ഓക്കെ, ഒന്നാമത്തത് മുഹറം. രണ്ടാമത്തത് അല്ലേ, രണ്ടാമത്തത് സഫറുൻ. മൂന്നാമത്തത് റബീഉൽ അവ്വൽ. നാലാമത്തത് റബീഉൽ ആഖിർ. അഞ്ചാമത്തത് ജമാദുൽ ഊല. ആറാമത്തത് ജമാദുൽ ആഖിറ. ജമാദുൽ ആഖിറ എന്ന് പറയും, ജമാദുൽ ഉഖ്റ എന്നും പറയും. ഇവിടെ രണ്ടും പറയാം കേട്ടോ. ജമാദുൽ ആഖിറ എന്നും പറയാം, ജമാദുൽ ഉഖ്റ എന്നും പറയാം. അങ്ങനെയൊക്കെ പ്രയോഗങ്ങൾ കേൾക്കാം. ഏഴാമത്തത് റജബ്. എട്ടാമത്തത് ഷഅബാൻ. ഒമ്പതാമത്തത് താസിയ, വായിക്കണോ? അൽ-അവ്വൽ ഒന്നാമത്തത് മുഹറം, അസ്സാനി രണ്ടാമത്തത് സഫർ, അസ്സാലിസു മൂന്നാമത്തത് റബീഉൽ അവ്വൽ, അർ-റാബിഉ നാലാമത്തത് റബീഉൽ ആഖിർ, അൽ-ഖാമിസു അഞ്ചാമത്തത് ജമാദുൽ ഊല, ആറാമത്തത് അസ്സാദിസു ജമാദുൽ ആഖിറ, അസ്സാബിഉ ഏഴാമത്തത് റജബ്, അസ്സാമിനു എട്ടാമത്തത് ഷഅബാൻ, അത്താസിഉ ഒമ്പതാമത്തത് റമളാൻ. ഓക്കെ, ഒമ്പതാമത്തത് റമളാൻ. അത്താസിഉ എന്നാ പറയട്ടോ. അൽ ആഷിറു പത്താമത്തത് ആഷിർ, പത്താമത്തത് ഷവ്വാൽ, ഷവ്വാലാണ്. അൽ ഹാദി അശറ 11ാമത്തത്
ദുൽഖഅദയാണ്. അവസാനത്തെ മാസം അസാനി അഷറ, 12ാമത്തെ മാസം ദുൽഹിജ്ജയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലൂടെ ഓർഡർ എന്ത് പഠിച്ചു? ഓരോ മാസവും നമ്മൾ പഠിച്ചു ഉണ്ടോ? മുഹറം, സഫർ, റബീഉൽ അവൽ, റബീഉൽ ആഖിർ എല്ലാം പറഞ്ഞു. മുഹറം, സഫർ, റബീഉൽ അവൽ, മുഹറം, സഫർ, റബീഉൽ അവൽ, റബീഉൽ ആഖിർ, ജമാഅത്തുൽ ഊല, ജമാഅത്തുൽ ആഖിറ, റജബ്, ശഅബാൻ, റമളാൻ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ. ഓർഡറിൽ എല്ലാവരും അത് പഠിക്കണം കേട്ടോ. അതിൻ്റെ ഒന്നാമത്തെ രണ്ടാമത്തെ പ്രയോഗമാണ് തൊട്ടപ്പുറത്തില്ല. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ മാസങ്ങൾ എല്ലാവരും പഠിക്കാമെന്നുള്ളത്. ഇനി ഞാൻ ക്ലാസ്സിൽ പറഞ്ഞല്ലോ ഇങ്ങനത്തെ പ്രയോഗം കൂടി നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട് അല്ലേ. 1 എന്നുള്ളതിന് നമ്മൾ 1 മുതൽ 8 വരെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാം അല്ലേ. 1 മുതൽ 8 വരെ ആദ്യം ഈ ഇതിൽ പറയാം, അടുത്ത സ്ലൈഡിൽ നമുക്ക് മാറ്റാം. വാഹിദ് 1 അല്ല, അതിൽ അസ്ലിയാണ് സാധാരണ അടിസ്ഥാന നമ്പറാണ്. നമ്മൾ 1, 2, 3 എണ്ണിനെ കുറിച്ച് നമ്മൾ അടിസ്ഥാന നമ്പർ എന്ന് പറയും. അതിന് നമുക്ക് നമ്പറായിട്ട് എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതുക എന്നുള്ളതാണ് അടുത്ത കോളത്തിലുള്ളത്. ഈ കോളത്തിലുള്ളത് എങ്ങനെ നമുക്ക് അതിനെ അക്കത്തിൽ എഴുതാം. ഈ കാണുന്നൊക്കെ അക്കത്തിൽ എഴുതിയതാണല്ലോ. അപ്പം അതെങ്ങനെ എഴുതാം? അതിന് നമ്മൾ ഈ നേരത്തെ പറഞ്ഞല്ലോ ഒന്നാമത്തെ രണ്ടാമത്തെ അങ്ങനെ പറയല് എങ്ങനെയാന്നുള്ളതാണ് പിന്നത്തെ കോളത്തിലുള്ളത് കേട്ടോ. അപ്പോൾ ഓരോന്നും അങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒന്നാമത്തെ വാഹിദ് പറഞ്ഞാൽ 1 എന്നാണ്. വാഹിദ് 1. അതിന് നമ്മൾ അക്കത്തിൽ 1 സാധാ 1 ഇട്ട് അല്ലേ, സാധാ 1 ഇങ്ങനെ ഇട്ട്. അതിന് നമ്മൾ ഒന്നാമത്തെ എന്ന് പറയാൻ വേണ്ടി അല്ലവ്വലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിൻ്റെ അർത്ഥമാണ് ഇവിടെ കൊടുത്തത്. ഒന്നാമത്തെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇസ്നാനി എന്ന് പറഞ്ഞാൽ 2 എന്നാണ്. ഇത് 1 എന്നാണ്. അതിൻ്റെ അക്കാണിത്. അതിന് ഒന്നാമത്തെ എന്ന് അവ്വൽ എന്ന് പറയും. 2 എന്നാണ് ഇസ്നാനിക്ക് പറയാം. 2ന്റെ അക്കത്തിൽ ഇങ്ങനെ നമ്മൾ എഴുതും. രണ്ടാമത്തെ എന്ന് പറയാൻ അസാനി, അഷഹുറുസാനി. നമ്മൾ നേരത്തെ അല്ലേ സാലിസ് എന്ന് പറഞ്ഞാൽ അഷഹുറുസാനി 2ാം മാസം. ഇപ്പം രണ്ടാമത്തെ. സലാസ എന്ന് പറഞ്ഞാൽ 3 എന്നാണ്. അക്കത്തിൽ നമ്മൾ 3 എഴുതി. അസാലിസ് പറഞ്ഞാൽ 3ാമത്തെ. അർബഅത്ത് 4 എന്നാണ് അല്ലേ. അതിന് അക്കത്തിൽ എഴുതുന്ന സമയത്ത് 4. അറാബിഉ 4ാമത്തെ. ഖംസത്ത് 5. അങ്ങനെ മനസ്സിലാവും. ഈ അക്ക അങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. 5. ഖാമിസ് 5ാമത്തെ. ഓക്കെ, 5ാമത്തെ നമ്മൾ നേരെ അർത്ഥം എഴുതി തന്ന കേട്ടോ. 5ാമത്തെ സിത്തത്തുൻ 6 ഉണ്ടോ. സിത്തത്ത് പറഞ്ഞാൽ 6. അക്കത്തിൽ നമ്മൾ 6 ഇങ്ങനെ എഴുതും. ആ അറബിയിൽ എങ്ങനെ എഴുതാന്ന് കൂടി മനസ്സിലാക്കട്ടോ. സാധാരണ നമ്മൾ എല്ലാവരും ഇങ്ങനെ എഴുതേണ്ടല്ലോ 1, 2, 3, 4, 5 ഇല്ലേ, എങ്ങനെ എഴുതല്. അപ്പം അറബിയിൽ എങ്ങനെ എഴുതാന്നും കൂടി ഇവിടെ നമുക്ക് മനസ്സിലാക്കണം. നമ്മൾ സാധാരണ മലയാളത്തിൽ 2 ഇങ്ങനെ എഴുതണമെങ്കിൽ അത് അറബിയിൽ ഇങ്ങനെയാണ് എഴുതുക. ഓക്കെ, 3 ഇങ്ങനെ എഴുതണമെങ്കിൽ 3 ഇങ്ങനെയാണ് എഴുതുക. 4 ഇങ്ങനെയാണെങ്കിൽ അറബിയിൽ 4 ഇങ്ങനെ എഴുതുക. 5 ഇങ്ങനെയാണെങ്കിൽ 5 ഇങ്ങനെ എഴുതുക കേട്ടോ. അതാണ് അവിടെ കാണുന്നത് കേട്ടോ. അപ്പം അങ്ങനെ അതും കൂടി കൂട്ടത്തിൽ മനസ്സിലാക്കണം എങ്ങനെയാണ് എഴുതുക എന്നുള്ളത്. സാധാരണ നമ്മൾ ഇവിടെ 7 ഇങ്ങനെ മലയാളത്തിൽ എഴുതും, ശരിക്കും അറബിയിൽ ഇങ്ങനെയാണ് എഴുതുക. ഓക്കെ, സമാനിയത്താണ് 8, സബഅത്ത് 7. അപ്പം ഇങ്ങനെ എഴുതും. അസാബിഉ 7ാമത്തത്. സാബി പറഞ്ഞാൽ 7ാമത്തെ. സിത്തത്ത് പറഞ്ഞാൽ 6. സാദിസ് 6ാമത്തത്. സമാനിയത്ത് 8 ഇങ്ങനെ എഴുതുന്നത് നമ്മൾ അറബിയിൽ ഇങ്ങനെയാണ് എഴുതുക. ഓക്കെ, ഇവിടെയൊക്കെ മനസ്സിലായില്ല. 1 സാധാരണ പിന്നെ അങ്ങനെ തന്നെ എഴുതുക. 1 നമ്മൾ മലയാളത്തിൽ ഇങ്ങനെയൊക്കെ എഴുതും, അറബിയിൽ നേരെ ഇട്ടാൽ മതി അല്ലേ. 2 ഇങ്ങനെ എഴുതുന്നത് നമ്മൾ മറ്റേ 3 ഇങ്ങനെ, 4 ഇങ്ങനെ, 5 ഇങ്ങനെ എഴുതുന്നത് ഇങ്ങനെ ആക്കി. അങ്ങനെ മാറ്റം ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അസാമിനു 8ാമത്തെ. നമുക്ക് അടുത്ത 9 പറയാം, ബാക്കി പറയാം. തിസ്അത്തുൻ 9 നമ്മൾ സാധാരണ ഇങ്ങനെയാണ് ഇടുക അല്ലേ. ഇതിങ്ങനെ വളച്ചിട്ടാ ഇതോ. 9 ഇങ്ങനെ അറബിയിൽ ഇടുന്ന സമയത്ത് വളച്ചിട്ടാൽ മതി. മറ്റേത് ഇങ്ങനെ ഒരു ഓർഡറിൽ നമ്മൾ നേരെ ഇടുക. 9. അത്താസി പറഞ്ഞാൽ 9ാമത്തത്. അഷറത്ത് പറഞ്ഞാൽ 10 നമ്മൾ ഇങ്ങനെ ഇടുക. അത് കുത്താണ് ഇടുക. അറബിയിൽ കുത്താണ് ഇടുക. ഒരു കുത്ത്, 1 ഒരു കുത്തും കേട്ടോ. പക്ഷേ നമ്മൾ സാധാരണ മലയാളത്തിൽ എഴുതുമ്പോൾ അതിന് 10 എന്നാണ് എഴുതുക. 11 ആഷിർ 10ാമത്തെ എന്നുള്ളതിന് ആഷിർ കേട്ടോ പറയാം. ആഷിർ 10ാമത്തെ. അഹദ അഷറ 11 എന്നാണ്. 11 നമ്മൾ സാധാരണ ഇങ്ങനെ ഇടുന്നത് അറബിയിൽ നേരെ ഒരു 2 വരകൾ ഇട്ടാൽ മതി. 11ാമത്തെ എന്നുള്ള ഹാദി അഷറ 11ാമത്തെ. ഓക്കെ, 12 എന്താ പറയുക? ഇസ്ന അഷറ. ഇപ്പം നേരത്തെ നമ്മൾ പഠിച്ച അഷറയ്ക്ക് നേരത്തെ പറഞ്ഞ അഹദ, ഇസ്ന, സലാസ അങ്ങനെ കൂട്ടി കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ അറബിയിൽ എണ്ണം. 1 മുതൽ 10 വരെ പഠിച്ചാൽ ബാക്കി എത്രയും എണ്ണാൻ കഴിയും കേട്ടോ. അപ്പോൾ നമ്മൾ അഷറ എന്ന് പറഞ്ഞാൽ 10 പഠിച്ചേ. നേരത്തെ പറഞ്ഞാൽ വാഹിദന അഹദയാക്കി മാറ്റി 11ആയി. ഇസ്നാനി ഇസ്നാനാക്കി അപ്പോൾ 12ആയി.
നേരത്തെ പറഞ്ഞ അഷറുണ്ട്. അഷർ നമുക്കൊരു സലാസ കൂട്ടി ചേർത്താൽ 13 ഓക്കെ. അപ്പം ഇസ്ന അഷറ 12, 12ാമത്തെ എന്നുള്ളതിന് അസാനി അഷറ. സലാസ അഷറ എത്ര 13 അഷറയ്ക്ക് 3 കൂട്ടി, സലാസാണ് 3, അഷറ 10, ഇപ്പം 13. 13 എന്ന് അറബിയിൽ എഴുതുന്ന പോലെ നേരത്തെ 1 മുതൽ 9 നമ്മൾ പഠിച്ചില്ലേ. അപ്പം ഇനി എഴുതാനും നമുക്ക് സുഖമാണ് അക്കത്തിൽ തന്നെ. അസാലിസു അഷറ 13ാമത്തെ. അർബഅത്ത അഷറ എന്ന് പറഞ്ഞാൽ 14. 14 ഇങ്ങനെ എഴുതുക. അഷറാണ് 10, അർബാണ് 4, ഇപ്പം 14. അറാബി അഷറാണ് 14ാമത്തത്. ഹംസത്ത അഷറാണല്ലോ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ. 15. ഹംസറിന 5, അഷറ 10, 15. അല്ല ഹാമിസു അഷറ 15ാമത്തത്. ഇപ്പം നമ്മൾ 15 വരെയുള്ള എണ്ണം പഠിച്ചു. 16 പ്രയാസമുണ്ടോ? ഇനി 16 നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും. എങ്ങനെ പറയാം? നമുക്ക് ആ കൂട്ടത്തിലെ കൂടി വേണമെങ്കിൽ പറഞ്ഞുതരാം. 6 എത്ര പറയാ? സിത്ത അല്ലേ. 6 സിത്ത അല്ലേ. 10 സിത്തത്ത അഷറ. 16 എങ്ങനെ എഴുതുക? 6 ഇങ്ങനെ നമ്മൾ പഠിച്ചേ അല്ലേ. 16 എന്നുള്ളത് ഇങ്ങനെ നമ്മൾ എഴുതും. 16ാമത്തെ എന്നുള്ളതിനോ സിത്തക്ക് സാദിസാണ്. നമ്മൾ നേരത്തെ സാദിസ് പഠിച്ചില്ലേ. 6ാമത്തെ നമ്മൾ എന്താ പഠിച്ചേ? സാദിസ് എന്ന് ഇവിടെ പഠിച്ചു അല്ലേ. ഇവിടെ നമ്മൾ നേരത്തെ കളർ നോക്കി ഉണ്ടോ സാദിസ് പഠിച്ചത്. അതേ രൂപത്തിൽ ഇവിടെ സാദിസു അഷറ എന്ന് നമ്മൾ കേട്ടോ. അപ്പോൾ 16ാമത്തെ. 17 17 എന്നെങ്ങനെ പറയാ? സബ്ആന്നല്ലേ നമ്മൾ പറയാ. 17 ഇപ്പോൾ സബ്അത്ത അഷറ 17. 17ാമത്തെ എന്ന് പറഞ്ഞോ സാബിയ നമ്മൾ നേരത്തെ പഠിച്ചാണ്. അപ്പോൾ സാബിയ അഷറ അല്ലെ, സാബിയ അഷറ എന്നാണ് പറയാം. 18 സമാനിയത്ത് അഷറ. സമാനിയ എന്ന 8 പറയാം. അപ്പോൾ സമാനിയത്ത് അഷറ കേട്ടോ. അതെങ്ങനെയാണ് 18ാമത്തെന്ന് പറയാം? സാമിന അഷറ. ഇനി 19 കൂടി പറയാം. 19 എങ്ങനെ? തിസ്അത്ത അഷറ അല്ലേ. തിസ്അ എന്നല്ല 9 പറയാം. അപ്പോൾ തിസ്അത്ത അഷറ 19 എന്നാണ്. 19. 19ാമത്തെ എന്നുള്ള അത്താസിയ അഷറ. അപ്പോൾ നമ്മൾ ഈ 20 ഇഷ്റൂന ആവും കേട്ടോ. 20 ഇഷ്റൂന ആവും. പിന്നെ അവിടെ അങ്ങോട്ട് മാറും. അത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേറെ അടുത്ത ക്ലാസ്സുകളിലൊക്കെ മുമ്പ് ശേഷം ഉണ്ടാവും, പഠിക്കാനുണ്ടാവും. ഇപ്പം നമ്മളോട് പഠിക്കാൻ പറഞ്ഞ 15 വരെയാണ്. ഞാൻ കൂട്ടത്തിൽ നിങ്ങൾക്ക് 20 വരെ പറഞ്ഞു തന്നു. 20ാമത്തേന് ഇഷ്റൂന എന്നാണ് പറയാം കേട്ടോ. അവന് എണ്ണും ഇഷ്റൂനാണ്. 20ാമത്തെ എന്നൊക്കെ പറയുന്നത് ഇഷ്റൂനാണ്. അത് നമുക്ക് പിന്നെ പഠിക്കാം. 19 വരെ ഞങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, തിരിഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പോൾ. അപ്പോൾ വാഹിദ് ഇസ്നാനി സലാസ അല്ലേ. വാഹിദ് ഇസ്നാനി സലാസ അർബ, ഇസ്നാനി സലാസ അർബ, ഹംസ, സിത്ത, സബ്അ, സമാനിയ, തിസ്അ അഷറ, അഹദ അഷറ, ഇസ്ന അഷറ, സലാസത്ത അഷറ, അർബഅത്ത അഷറ, ഹംസത അഷറ, സിത്തത അഷറ, സബ്അത അഷറ, സമാനിയത അഷറ, തിസ്അത അഷറ. ഓക്കെ, അങ്ങനെ 19 വരെ നമ്മൾ പറഞ്ഞു തന്നു. അതെങ്ങനെ? 11ാമത്തെ 2 അങ്ങനെ എങ്ങനെ പറയാം? അതും കൂടി പറയാം. അൽ അവ്വൽ 1ാമത്തെ, സാനി 2ാമത്തെ, സാലിസ് 3ാമത്തെ, റാബി 4ാമത്തെ, ഖാമിസ് 5ാമത്തെ, സാദിസ് 6ാമത്തെ, സാബി 7ാമത്തെ, സാമിനി 8ാമത്തെ, താസിഅ 9ാമത്തെ, ആഷിർ 10ാമത്തത്, ആദി അഷറ 11ാമത്തത്, സാനി അഷറ 12ാമത്തത്, സാലിസ് അഷറ 13ാമത്തെ, റാബി അഷറ 14ാമത്തെ, ഖാമിസ് അഷറ 15ാമത്തെ, സാദിസ് 16ാമത്തെ, അസാബി അഷറ 17ാമത്തെ, അസാമിന അഷറ 18ാമത്തത്, അത്താസി അഷറ 19ാമത്തെ. അതും പറഞ്ഞു. ഓക്കെ, തിരിഞ്ഞല്ലോ. ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ ദിവസം, ചില പ്രത്യേകമായ മാസങ്ങളും ദിവസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കഴിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ആ ദിവസം വരുന്ന സമയത്ത് അതിന് പ്രത്യേകത മനസ്സിലാക്കണം. ഇപ്പോൾ നുലാഹിദുൽ അയ്യാമ വ ശുഹൂറ അഹമ്മിയത്ത, ചില ദിവസങ്ങൾ, ചില മാസങ്ങൾ, അതിൻ്റെ പ്രാധാന്യങ്ങൾ അത് നമുക്ക് അറിഞ്ഞിരിക്കണം. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇനി ഈ പാഠത്തിൽ സ്ലൈഡിൽ ജദുവലാണെന്ന് പറഞ്ഞു. ജദുവൽ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, പട്ടിക കേട്ടോ. ജദുവലാണ് ഈ പട്ടികയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അതാണ് ഒന്നല്ല അയ്യാം, ചില പ്രത്യേകമായ ദിവസങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അഷുഹൂർ, ചില മാസങ്ങൾ പറയാം. അത് ഏത് മാസത്തിലാണ് വരുന്നത്? നമ്മൾ പറയാൻ പോകുന്ന ആ ദിവസം ഏതൊരു മാസത്തിൽ, ആ മാസത്തിൻ്റെ പ്രത്യേകത എന്താ, അല്ലെങ്കിൽ ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് കൂടി നമ്മൾ പറയും. ഒന്നാമതായിട്ട് അല്ല ആഷിർ, 10ാമത്തെ ഒരു ദിവസമുണ്ട്. ഏതിലുള്ള? മുഹറം മാസത്തിലുള്ള. അപ്പം മുഹറം മാസമാണ്. ദിവസം ഏതാ? ദിവസം 10ാമത്. മുഹറം 10 എന്ന് പറഞ്ഞ മാസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ? യൗമു ആഷൂറ. യൗമു ആഷൂറ, അത് ആഷൂറ ദിവസമാണ് കേട്ടോ. അതായത് മുഹറം 10, ആ ദിവസത്തിന് പറയുന്ന പേര് ആഷൂറ. കുറേ വിശദീകരിക്കാണ്, നമുക്കതിന് ക്ലാസ്സിൽ സമയം ഉണ്ടാവില്ല അല്ലേ. കുറേ സംഭവ വികാസങ്ങൾ മുഹറം 10 നടന്നിട്ടുണ്ട് അല്ലേ. ആദം നബി അലൈഹി സ്വലാമുമായി ബന്ധപ്പെട്ട്, എല്ലാ നബിമാരുമായി ബന്ധപ്പെട്ടൊക്കെ ധാരാളം സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് പ്രവേശവും, സ്വർഗത്തിന് പുറത്താക്കിയതും അല്ലേ, സ്വർഗത്തിന് പോകുന്നതും
അതുപോലെ തന്നെ കുറേ ഫിറോവിനെ നോക്കി കൊന്നത്, മൂസാ നബി രക്ഷപ്പെട്ടത്, കുറേ പ്രവാചകന്മാർ, ഇബ്രാഹിം നബി തീകുണ്ടാരത്തിൽ രക്ഷപ്പെട്ടത് ഉണ്ടോ, എല്ലാം പറയുന്നില്ല. ഏതായാലും ആ ദിവസത്തിന് പറയുന്ന പ്രത്യേകമായ പേരാണ് സൗമു ആഷൂറ. ആഷൂറ നോമ്പ് എന്നാണ് അതിനർത്ഥം. ആഷൂറ മുഹറം 10 ആഷൂറ നോമ്പ്. ഉസ്താദ് പറഞ്ഞു തരും കേട്ടോ. ആഷൂറ നോമ്പിന്റെ പ്രത്യേകതകളൊക്കെ സമയം പോലെ ഉസ്താദ്മാർ പറഞ്ഞു തരും. പിന്നെയോ അസാനി അഷറ 12ാമത്തെ ദിവസമാണ്. അത് ഏത് മാസമാണ്? റബീഉൽ അവ്വൽ 12 അല്ലേ? റബീഉൽ അവ്വൽ 12ാം ദിവസം എല്ലാവർക്കും അറിയാം. നമ്മൾ നേരത്തെ ക്ലാസ് തുടങ്ങിയത് തന്നെ അത് പറഞ്ഞിട്ടാണല്ലോ. മീദാദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി ജനിച്ച ദിവസമാണ് റബീഉൽ അവ്വൽ 12. അടുത്ത ഹാദി അഷറ എന്ന് പറഞ്ഞത്രേ. ഹാദി അഷറ 11. ഏത് മാസം? റബീഉൽ ആഖിർ 11. അപ്പൊ റബീഉൽ അവ്വൽ കഴിഞ്ഞിട്ടുള്ള തൊട്ട് മാസമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, റബീഉൽ ആഖിർ. അപ്പൊ ആ മാസം റബീഉൽ ആഖിർ 11 പ്രത്യേകതയുണ്ട്. ആരെ മാസമാണ്? ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി, നമ്മുടെ ഷെയ്ഖ് ജീലാനി തങ്ങൾ എന്നൊക്കെ പറയും അല്ലെ, മുഹിദ്ദീൻ ഷെയ്ഖ് എന്നൊക്കെ കേട്ടില്ലേ? ഇപ്പൊ മുഹിദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ, അതായത് ഔലിയാക്കളുടെ നേതാവ്, അമ്പിയാക്കളുടെ നേതാവ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിൽ സ്വഹാബികളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഔലിയാക്കൾ, ആ ഔലിയാക്കളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ നേതാവാരാ? ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. വലിയ കറാമത്തിനൊക്കെ പ്രശസ്തനായ വലിയ മഹാനായിരുന്നു. അവര് മരിച്ച ദിവസമാണ് റബീഉൽ ആഖിർ 11. റബീഉൽ അവ്വൽ 12 മുത്തുനബിയുടേതാണെങ്കിൽ റബീഉൽ ആഖിർ 11 അത് ബഹുമാൻ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ മാസമാണ്. ഇനി 20 അസാബിയുൽ ഇശ്റൂൻ. എത്ര? സാബിയ എന്ന് പറഞ്ഞാൽ 7 നമ്മൾ ആ എണ്ണം പറഞ്ഞിട്ടില്ല. സാബി എന്ന് പറഞ്ഞാൽ 7 അല്ലേ? ഇശ്റൂന എന്ന് പറഞ്ഞാലോ +20, അപ്പൊ 27. അങ്ങനെ എണ്ണം നോക്കുക കേട്ടോ. അതായത് 20ന്റെ മുകൾക്കുള്ളൊക്കെ എണ്ണം നമുക്ക് വേണമെങ്കിൽ പഠിക്കാം. അൽ വാഹിദ് വൽ ഇശ്റൂൻ, അൽ ഇസ്നാനി വൽ ഇശ്റൂൻ അല്ലേ, അസാലിസു വൽ ഇശ്റൂൻ, അറാബി. അങ്ങനെ നമ്മൾ നേരത്തെ പഠിച്ച വാഹിദ്, ഇസ്ന അല്ലേ, അൽ അവ്വലു, അങ്ങനെ ഉണ്ടല്ലോ ആ സാധനം. അതിങ്ങനെ കൂട്ടത്തിൽ ഇങ്ങനെ വെച്ചുകൊടുത്താൽ നമുക്ക് 20 മുതലുള്ളതും 30 മുതലൊക്കെ എണ്ണാൻ കഴിയും. അതൊക്കെ ഇൻഷാ അല്ലാഹ് സമയം പോലെ പഠിക്കാം. ഇപ്പം നമ്മൾ പ്രാധാന്യം പഠിക്കണം, അതുകൊണ്ട് നമ്മൾ വിശദീകരിക്കില്ല. അസാബി വൽ ഇശ്റൂൻ 27ാമത്തെ ദിവസം. ഏത് മാസത്തിൽ നിന്ന്? റജബ് മാസത്തിൽ നിന്ന്. റജബ് 27 എന്താ നടന്നത്? മിഅ്റാജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹിന്റെ അടുക്കിലേക്ക് ആകാശാരോഹണം അല്ലേ, നമ്മൾ കേട്ടില്ലേ? ഇസ്രാ മിഅ്റാജ് എന്നൊക്കെ കേട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി, അതിന് ഇസ്രാ എന്ന് പറയും. മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7ാം ആകാശത്തിലേക്ക് ബുറാഖ് എന്ന വാഹനത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുപോയ സംഭവമുണ്ട്. ആ സംഭവമാണ്. അങ്ങനെ നമുക്ക് നിസ്കാരമൊക്കെ നിർബന്ധമാകുന്നത്. അങ്ങനെ മുത്തുനബി അള്ളാഹിനെ കാണുന്നു, അള്ളാഹിന്റെ അടുക്കൽ നിന്നുള്ള സമ്മാനമായിട്ട് കിട്ടുന്ന സാധനമാണ് നിസ്കാരം. അപ്പൊ അതൊക്കെ നടന്ന സംഭവമാണ് മിഅ്റാജ്. ആ മിഅ്റാജ് എന്താ നടന്നത്? ഇസ്രാ മിഅ്റാജ് എന്താ നടന്നത് ചോദിച്ചാൽ റജബ് 27. ഓക്കെ. അടുത്തത് സാബിയു അഷറ. സാബി പറഞ്ഞ അത്രേ 17 അല്ലേ? അഷറാണ് 10, 17. 17ാമത്തെ ദിവസം ഏത് മാസത്തിൽ നിന്ന്? റമളാൻ. റമളാൻ 27 പ്രത്യേകത എന്താ? ബദ്ർ യുദ്ധം നടന്നതാണ് അല്ലേ? കുറഞ്ഞ സ്വഹാബികളെയും വെച്ചിട്ട് ബദ്ർ യുദ്ധം നടന്ന പ്രധാനപ്പെട്ട മാസമാണ് റമളാൻ. ബദ്റിന്റെ പ്രത്യേകത ഒക്കെ നമുക്ക് അറിയാലോ അല്ലേ? 313 സ്വഹാബികൾ, വളരെ കുറഞ്ഞ സ്വഹാബികൾ, 950ഓളം 1000-നടുത്ത് വരുന്ന മുശ്രിക്കുകളോട് യുദ്ധം ചെയ്യുകയും അവർ പരാജയപ്പെട്ട് അല്ലേ മുസ്ലിങ്ങളെ വിജയം വരിച്ച വലിയ പ്രധാനപ്പെട്ട ചരിത്രപ്രസിദ്ധമായ യുദ്ധമാണ്. യുദ്ധം എന്ന് പറഞ്ഞാൽ അപ്പോൾ സമരം, മുസ്ലിങ്ങൾ പ്രയാസം കൊണ്ട് കുടുങ്ങിയത് കൊണ്ട് അവരോട് പോരാടിക്കുകയും, എന്നാൽ പോലും അതിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് മരിക്കുന്നത്. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് 14 സഹാബികൾ മാത്രമാണ് ഷഹീദാകുന്നത് കേട്ടോ. അത്രത്തോളം പ്രധാനപ്പെട്ട ഇസ്ലാമിക യുദ്ധങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ഇസ്ലാമിക യുദ്ധത്തിലൊന്നും കൂടുതൽ രക്തച്ചൊരിച്ചിലുകളോ അങ്ങനൊന്നും നടന്നിട്ടില്ല. പക്ഷെ ഇന്ന് കാണുന്ന യുദ്ധങ്ങൾ നോക്കി നിങ്ങൾ, ഇസ്രായേലും പലസ്തീനും തമ്മിൽ യുദ്ധങ്ങൾ, അല്ലെങ്കിൽ ഇറാനുമായി യുദ്ധങ്ങൾ, അങ്ങനെ ലോകമഹായുദ്ധങ്ങളൊക്കെ കുറേ നടന്നിട്ടുണ്ടല്ലോ. അതിലേക്ക് എത്രയെത്ര ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്നുണ്ട്. ഇസ്ലാമിൽ അങ്ങനെയൊന്നും യുദ്ധങ്ങളില്ല. ഇവിടെ പറയേണ്ട സ്ഥലമല്ല, അതിൽ പറഞ്ഞെന്ന് മാത്രം. ഇനി അടുത്തത് അൽ അവ്വൽ. അപ്പോൾ ഏതായാലും നേരത്തെ പറഞ്ഞത് ബദ്റാണ്. ബദ്ർ ദിവസത്തിന്റെ പ്രത്യേകത റമളാൻ 17 നടക്കുന്നത്. അപ്പൊ മാസം നമ്മൾ പഠിക്കുക കൂട്ടത്തിൽ. പിന്നെ അൽ അവ്വലു ഷവ്വാൽ. ഷവ്വാൽ 1 അല്ലേ? റമളാനാണ് കഴിഞ്ഞ് നമ്മൾ നോമ്പൊക്കെ മാറ്റാൽ, നോമ്പാണ് കഴിഞ്ഞാൽ റമളാൻ കഴിയലോട് കൂടി പിന്നെ വരുന്ന മാസമാണ് ഷവ്വാൽ. അപ്പോൾ റമളാന്റെ ശേഷം നമ്മൾ നോമ്പ് കഴിഞ്ഞ് ആ ക്ഷീണം മാറ്റുന്ന ആദ്യത്തെ ദിവസത്തിന് പറയുന്ന പേര് ഷവ്വാൽ 1. അതാണ് ചെറിയ പെരുന്നാൾ നമ്മൾ പറയും, ഈദുൽ ഫിത്തർ. ഈദുൽ ഫിത്തർ എന്നാൽ ചെറിയ പെരുന്നാളിന്റെ അറബിയാണ് കേട്ടോ. ഈദുൽ ഫിത്തർ എന്നാണ് നമ്മൾ ചെറിയ പെരുന്നാൾ അല്ലെങ്കിൽ ഫിത്തർ കൊടുക്കുന്ന പെരുന്നാൾ. എന്നൊക്കെ നമ്മൾ ഫിത്തർ അരി കൊണ്ടുകൊടുക്കൂലേ, എല്ലാ പേരേലും കൊണ്ടുകൊടുക്കൂലേ? അതുകൊണ്ട് തന്നെ ഈദുൽ ഫിത്തർ എന്ന് പേര് പറയാൻ കാരണം കേട്ടോ. ഈദുൽ ഫിത്തർ അല്ലെങ്കിൽ ഈദുൽ അസ്ഗർ, ചെറിയ പെരുന്നാൾ എന്നൊക്കെ പറയും.
പിന്നെ അത് ഷവ്വാൽ 1 നടക്കുന്നത്. പിന്നെ താസി എന്ന് പറഞ്ഞാൽ 9 9ാമത്തെ മാസം ഏത്? ദുൽഹിജ്ജ 9 യൗമു അറഫ അല്ലേ? അറഫ ദിവസം വലിയ പുണ്യമുള്ള ദിവസമാണ്. നമ്മൾ നോമ്പ് നോൽക്കും അറഫ ദിവസത്തിൽ. എന്നിട്ട് ദുൽഹിജ്ജ 10 നമ്മൾ എന്ത് ചെയ്യും? പെരുന്നാൾ ആഘോഷിക്കും. അറഫ ദിവസത്തിന് അന്ന് നമ്മൾ നോമ്പ് നോറ്റ് നമ്മൾ അതിൻ്റെ പിറ്റേ ദിവസം 10ൻ്റെ അന്ന് നമ്മൾ നോമ്പ് നോൽക്കും. വലിയ പുണ്യമുള്ള ദിവസം അറഫ ദിവസം ആയതുകൊണ്ടാണ് ദുൽഹിജ്ജ 9 നമ്മൾ കൊടുത്തത് കേട്ടോ. പിന്നെ 10 എന്തിൽ നിന്ന്? ദുൽഹിജ്ജയിലെ 10 ഈദുൽ അദ്ഹ. അത് രണ്ടും കൊടുത്തവിടെ ഈദുൽ അദ്ഹ. അപ്പോൾ ദുൽഹിജ്ജ 9 യൗമുൽ അറഫ, നല്ല നോമ്പൊക്കെ നോൽക്കുന്ന നല്ല ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരു ദിവസം ദുൽഹിജ്ജ 9ൻ്റെ ദിവസം. അന്നത്തെ ദിവസത്തിൽ നമ്മൾ നോമ്പ് നോൽക്കുകയും പിറ്റേ ദിവസം ദുൽഹിജ്ജ 10ൻ്റെ അന്ന് പെരുന്നാൾ, ബലിപെരുന്നാൾ. ഇതിൽ ഉദുഹിയത്തൊക്കെ ഇറക്കില്ലെന്ന് അല്ലേ? നമ്മുടെ നാടുകളിലൊക്കെ ഉദുഹിയത്ത് ഉണ്ടാവില്ലേ? അപ്പോൾ വലിയ പെരുന്നാൾ എന്നാണ് നമ്മളതിന് പറയാറുള്ളത് അല്ലോ. അല്ലെ ബലി പെരുന്നാൾ, രണ്ടും പറയാം. വലിയ പെരുന്നാളുമാണ് അല്ലെ ബലി പെരുന്നാളാണ്. ഇതിനർത്ഥം നേരെ ബലിയാണ്. വലിയ പെരുന്നാൾ തന്നെ അക്ബർ എന്ന് പറയും. അങ്ങനെയും പറയാം നമുക്ക്. അല്ലെങ്കിൽ ചെറിയ, നേരത്തെ പറഞ്ഞ ഈദുൽ ഫിത്തറാണ് ഫിത്തർ കൊടുക്കുന്ന പെരുന്നാൾ, അല്ലെങ്കിൽ ഈദുൽ അസ്ഗർ ചെറിയ പെരുന്നാൾ. രണ്ടും വ്യത്യാസം അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആഷുറാ, മീലാദ്, ഷെയ്ഖ് ജീലാനിയുടെ വഫാത്ത്, മിഅ്റാജ്, ബദർ, ഈദുൽ ഫിത്തർ, അറഫ ദിവസം, ബലിപെരുന്നാൾ. അങ്ങനെ 8 പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതൊക്കെ മാസത്തിലാണ്, ഏതൊക്കെ ദിവസത്തിലാണ് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഓക്കെ. ഇനി നമ്മൾ ഓരോ മാസത്തിനും യോജിച്ച ഇത് പറയണം. സഫർ മാസത്തിൽ അല്ലേ? അതുപോലെ സഫർ, ഇപ്പുറത്തെ റമളാന്, പിന്നെ 12ാമത്തെ ദിവസം അല്ലേ? സഫർ, റമളാന്, 12 അവ്വൽ ഷുഹൂർ, മാസത്തിലെ ആദ്യത്തെ ദിവസം, അൽ ആശ്റു മിൻ ദുൽഹിജ്ജ യൗമുൽ ജുമുഅ. ഓരോ മാസത്തിലും പ്രത്യേകതകൾ പറയണം. സഫറിൽ എന്താ നടന്നത്? ഇപ്പുറത്തെ നമ്മൾ ഷഹ്റു താസിഅ, 9ാമത്തെ മാസം ഏതാണ്? 9ാമത്തെ മാസം ഈ കൂട്ടത്തിൽ നിന്ന് നമ്മളപ്പോൾ മാസങ്ങൾ നേരത്തെ പഠിച്ചിട്ടില്ലേ അല്ലേ? നമ്മൾ മാസങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 9ാമത്തെ മാസം. പിന്നെ മുഹറം അല്ലേ? മുഹറം നമ്മൾ പഠിച്ചിട്ട് ആദ്യത്തെ മാസമായിട്ട് നമ്മൾ മുഹറം പഠിച്ചിട്ടുണ്ട്. പിന്നെ യൗമു ഈദുൽ അദ്ഹ, ബലിപെരുന്നാൾ നടക്കുന്ന ദിവസം ഏത് ദിവസമാണ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. 2ാമത്തെ മാസം ഷഹ്റു സാനി, ആ യൗമു സാദിസ്, 6ാമത്തെ ദിവസം. ഏതോതിൽ പറയുന്ന ഏതൊരു 6ാമത്തെ ദിവസത്തിന് പ്രത്യേകതയുണ്ട്. സാനി അശറ, 12ാമത്തെ ദിവസം. അപ്പം നമുക്ക് നോക്കുക, സഫർ എന്നുള്ള എത്രാമത്തിലായിട്ട് യോജിച്ചത് ഏതാ നോക്കുന്നത്? സഫർ നമ്മൾ മുഹറം കഴിഞ്ഞിട്ട് 2ാമത്തെ മാസമല്ലേ അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ആയിട്ട് യോജിച്ചത് അഷ്ഹുറു സാനി, സഫർ. ഇതിൽ വേറെ നമുക്ക് പ്രത്യേകതകൾ കാണില്ല, അതിനായിട്ട് യോജിച്ച ആൻസർ. അപ്പോൾ സഫർ 2ാമത്തെ മാസമാണ്. റമളാന് എത്രാമത്തെ മാസമാണ്? എണ്ണി വയ്ക്കാൻ മതിയില്ലേ? മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജമാദുൽ ഊല, ജമാദുൽ ആഖിറ, റജബ്, ശഅബാൻ. പിന്നെ കഴിഞ്ഞിട്ടുള്ള മാസം ഏതാ? റമളാൻ. അപ്പോൾ 9ാമത്തെ മാസമാണ് റമളാൻ. അപ്പോൾ ഇവിടെ നമുക്ക് 9ാമത്തെ മാസം ഒന്നും കാണില്ല. താശൂർ താസി എന്താ? 9ാമത്തെ മാസം. അപ്പോൾ റമളാൻ 9ാമത്തെ മാസം. 12 ഏതാ? 12 എന്നുള്ളത് ഇതിലേറ്റ് യോജിച്ച ഏതാ? മുഹറാണോ? മുഹറം 1ാമത്തെ മാസമല്ലേ? അത് നമ്മൾ വേറെ ചോദിക്കുന്നുണ്ട്. യൗമു ഈദുൽ അദ്ഹ, ബലിപെരുന്നാൾ എന്നാ? അത് നമ്മൾ 10-നല്ല അടുത്തത്. ദുൽഹിജ്ജ 10 നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതാണോ? അതല്ല. പിന്നെ യൗമു സാദിസ് ആണ് 6ാമത്തെ ദിവസം എന്നാണ്. 6ാമത്തെ ദിവസം അല്ലല്ലോ, 12ആയിട്ട് 6ന് ബന്ധമല്ല. അപ്പം നമ്മൾ ഈ 12-ന് നേരെ ട്രാൻസ്ലേഷൻ പറയുന്നുണ്ട്. അതെന്താ? സാനി അശറ, 12ാമത്തെ ദിവസം. 12. അപ്പം അറബിയിൽ 12 എന്നതിന് എന്താണ് അറബി പറയാന്നുള്ളതാണ് ചോദ്യം. അത് നമുക്ക് ഇതൊന്നും ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവണം, അർത്ഥം ഇങ്ങനെ മനസ്സിലാകാം. അപ്പം സാനി അശറ. അടുത്ത് നോക്കി, അവ്വൽ ഷുഹൂർ, ആദ്യത്തെ മാസം ഏതാ? ഇതെല്ലാവർക്കും അറിയില്ല, മുഹറം അല്ലേ? പിന്നെ ദുൽഹിജ്ജ 10, അൽ ആശ്റു മിൻ ദുൽഹിജ്ജ 10 എന്താണെന്നാണ് ചോദ്യം. അപ്പം അതിൻ്റെ ഉത്തരം ഏതേക്കാരം? ബലിപെരുന്നാൾ എന്നാ? ദുൽഹിജ്ജ 10 നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ? ദുൽഹിജ്ജ 9-ന് അറഫയും ദുൽഹിജ്ജ 10-ന് പെരുന്നാളുമാണ്. അപ്പോൾ 10. യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസമാണ് അല്ലേ? യൗമുൽ ജുമുഅ വെള്ളിയാഴ്ച ദിവസം. നമ്മുടെ ദിവസത്തിന്റെ കൂട്ടത്തിൽ ഏത് ദിവസമാണ്? 6ാമത്തെ ദിവസമല്ലേ? നമ്മുടെ ദിവസം എണ്ണൽ അല്ലേ? ശനി, അവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ എണ്ണയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി അല്ലേ? ശനി ഞായർ മുതൽ എണ്ണാണെങ്കിൽ 6ാമത്തെ ദിവസമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എണ്ണ. അപ്പോൾ ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി 6ാമത്തെ ദിവസമായിട്ട് നമുക്ക്
അതിനെണ്ണ. അവിടെ ഏറ്റവും ചോദിച്ചാൽ നമുക്ക് ദിവസം എണ്ണനെ എങ്ങനെ എണ്ണ, ഇതിലൊരു 6ാമത്തെ ദിവസം ഞായറും ശനി മുതൽ എണ്ണാണെങ്കിൽ 7ാമത്തെ ആവും, ഞായർ മുതൽ എണ്ണാണെങ്കിൽ 6ാമത്തതാവും അല്ലേ. ഓക്കെ, അപ്പോൾ അത് ഏറ്റവും ലാസ്റ്റ് അത് തന്നെയാണ് നമുക്ക് യോജിക്കുന്ന ആൻസറായിട്ട് വരുന്നത്. പിന്നെ നുക്കമ്മിലു ഈ ഫറാഹ് കമാഫിൽ മിസാൽ, ഇപ്പോൾ ഇതൊക്കെ നേരത്തെ പഠിച്ചു കഴിഞ്ഞ സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ അവിടെ ഏറ്റവും ചോദിച്ചത് അതാണ് നോക്കുക. ഒന്ന് എന്നുള്ളതിന് നമ്മൾ അവലൊന്ന് ഒന്നാമത്തത് നമ്മൾ പഠിച്ചു. ഒന്നാമത്തത് അതിന് എന്നുള്ളതിന് നമ്മൾ എന്താ പറയുക എന്നുള്ളതാണ് വാഹിദാണ്. അപ്പോൾ 1. 3 എന്നുള്ളതിന് നമ്മൾ സലാസ എന്ന് പറയും. മൂന്നാമത്തെ എന്നുള്ളതിനോ എത്ര പഠിച്ചിട്ടുണ്ട്? അസാലിസ് അല്ലേ, അസാലിസ്. പിന്നെ 5 എന്നുള്ളതിന് നമ്മൾ ഹാമിസിൽ നിന്ന് 5ാമത്തെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പം 5 എന്നുള്ളതിനോ ഹംസ പഠിച്ചല്ലേ. അപ്പോൾ സബാന്ന് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. എണ്ണത്തിന് എന്താ സബാക്ക് പറയാ? 7 അറബിയിൽ എഴുതണം. 7ാമത്തെ എന്നുള്ളതിനോ അസാബിയാണ്. 9 എന്നുള്ളതിന് ഇവിടെ അക്ക മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമുക്കിവിടെ എന്ത് ചെയ്യണം? മൊത്തം പൂരിപ്പിക്കണം. 9 എന്നുള്ളത് എന്താ പറയാ? അത്തിസ്. 9ാമത്തെ എന്നുള്ളതിനോ അത്താസിയ കേട്ടോ. താസി എന്ന് പറയാം, താസിയ എന്നൊക്കെ പറയാം, രണ്ടും പറയാം. അഹദാശറ എന്നുള്ളതിന് 11 എന്നാണ്. 11ാമത്തെ എന്നുള്ളതിനോ അൽ ഹാദി അശറ. 13 എന്നുള്ളതിന് 13ാമത്തെ ഇവിടെ കൊടുത്തിന്, 13 കൊടുത്തിന്, 13ാമത്തും കൊടുത്തിന്. ആ 13 എന്നുള്ളതിനോ സലാസ അശറ. ഹംസത്തെ അശറാണ് 15 എന്ന് കൊടുത്തിന്. അപ്പോൾ അക്കം ഇവിടെ വേണം 15. 15ാമത്തെ എന്നുള്ളതിനോ അൽ ഹാമിസ അശറ. ഓക്കെ, ഇനി നമ്മൾ പാഠം കഴിയുകയാണ്. ഖുർആനിൽ നമ്മൾ എല്ലാത്തിനും പറയുന്ന പോലെ തന്നെ ഇവിടെ നമ്മൾ പഠിച്ച അക്കങ്ങൾ അല്ലെങ്കിൽ 1ാമത്തെ 2ാമത്തെ രൂപത്തിലുള്ള പ്രയോഗങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ കേട്ടോ. അതാണ് നമ്മൾ ഖുർആനിൽ ഉദാഹരണങ്ങൾ ഉണ്ടോ നോക്കുക. 1ാമത്തെ വാന അവ്വലുൽ മുഅ്മിനീൻ, 1ാമത്തെ മുഅ്മിനിയാണ് ഞാൻ. അപ്പോൾ 1ാമത്തെ എന്നുള്ളത് ഖുർആനെ പറഞ്ഞിട്ടുണ്ട്. 1ാമത്തെ കേട്ടോ. സാനിയ സിനീൻ 2ാമത്തെ കേട്ടോ. 2ൽ നിന്ന് 2ാമത്തെ, 2 ആളുകളിൽ നിന്ന് 2ാമത്തെ എന്നാണ് സാനി. പിന്നെ അള്ളാഹ് സാലിസുലസ അല്ലേ, അള്ളാഹു തആല മൂന്നാമനാണ്. സാലിസ് ഒന്ന് വിശദീകരിക്കേണ്ട. അവർക്ക് ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ട് അവർ പറയുന്ന പ്രയോഗങ്ങൾ ത്രിയോഗത്വം പറഞ്ഞ സാധനമൊക്കെയാണ്. ഒന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ 3ാമത്തെ പ്രയോഗത്തെ മനസ്സിലാക്കിയാൽ മതി. സലാസത്തിന് 3 എന്നേ ഉള്ളൂ. 3ാമത്തെ നില 3 കേട്ടോ. സാലിസ് എന്നുള്ള 3ാമത്തെ, സലാസ പറഞ്ഞാൽ 3, റാബി പറഞ്ഞാൽ 4 എണ്ണം കേട്ടോ. ഹാമിസ് 5ാമത്തെ, ഹാമിസ് പറഞ്ഞാൽ 5ാമത്തെ, ഹംസത്ത് പറഞ്ഞാൽ 5, സാദിസ് പറഞ്ഞാൽ 6ാമത്തത് കേട്ടോ. റാബി പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു അർബാണ 4 ആണെങ്കിൽ അർബ പറഞ്ഞാൽ 4, റാബി പറഞ്ഞാൽ 4ാമത്തെ. ഇവിടെ ഹംസത്ത് പറഞ്ഞാൽ 5, സാദിസ് പറഞ്ഞാൽ 6ാമത്തത്. ഇങ്ങനെയാണ് വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ ഖുർആനിൽ ഉദാഹരണങ്ങളും കൂടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു.